CBSE 10ാം ക്ലാസ് പരീക്ഷകളിൽ വൻ മാറ്റങ്ങൾ. CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണിത്. 2026 മുതൽ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ വലിയ പരിഷ്കാരങ്ങളാണ് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന നിരവധി മാറ്റങ്ങളാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മുതൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ 2 തവണ ബോർഡ് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കും. ഇതൊരു വലിയൊരു മാറ്റത്തിന് കാരണമാകും. ഫെബ്രുവരിയിലും മെയിലുമായി 2 ഘട്ടങ്ങളായിട്ടായിരിക്കും പരീക്ഷകൾ നടത്തുക. ആദ്യഘട്ട പരീക്ഷ ഫെബ്രുവരി 17 മുതൽ മാർച്ച് 6 വരെ നടത്തും. രണ്ടാം ഘട്ടം മെയ് 5 മുതൽ മെയ് 20 വരെയും ആയിരിക്കും നടത്താൻ CBSE എക്സാമിനേഷൻ കൺട്രോളർ അറിയിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ് രണ്ടാം ഘട്ട പരീക്ഷ എഴുതാനുള്ള അവസരം എന്നത് നമുക്ക് നോക്കാം. ഫെബ്രുവരിയിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷ എല്ലാ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും നിർബന്ധമായും എഴുതണം. രണ്ടാം ഘട്ടം എഴുതേണ്ടത് മെയ് മാസത്തിലെ ആദ്യഘട്ട പരീക്ഷ എല്ലാവർക്കും നിർബന്ധമല്ല. തങ്ങളുടെ സ്കോറുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കുക. അതായത് ഒന്നോ അതിലധികമോ വിഷയങ്ങളിൽ കൂടുതൽ മാർക്ക് നേടാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഭാഷകൾ എന്നിങ്ങനെ പരമാവധി 3 വിഷയങ്ങളിൽ മാർക്ക് മെച്ചപ്പെടുത്താനാണ് വിദ്യാർത്ഥികൾക്ക് അനുവാദം ലഭിക്കുക. ഇതിൽ ഏറ്റവും വലിയ പ്രയോജനം എന്തെന്നാൽ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞവർക്കോ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർക്കോ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഫലപ്രഖ്യാപനം എപ്പോൾ എന്നുള്ള ചോദ്യവും ഇതിലോടുകൂടി നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ പരീക്ഷ എഴുതുന്നവരുടെ ഫലം 2026 ഏപ്രിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ട പരീക്ഷയുടെ ഫലം ജൂണിലായിരിക്കും പ്രഖ്യാപിക്കുക. ഈ 2 ഘട്ട ഫലപ്രഖ്യാപനം സമ്പ്രദായവും വഴി വിദ്യാർത്ഥികൾക്ക് 11ാം ക്ലാസ്സിലേക്കുള്ള സ്ട്രീം തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാന അക്കാദമിക് തീരുമാനങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എടുക്കാൻ സാധിക്കും എന്നത് ബോർഡ് പറയുന്നുണ്ട്. ഇന്റേണൽ മൂല്യനിർണ്ണയം ഒരു തവണ മാത്രം വിദ്യാർത്ഥികൾക്ക് 1ഓ 2ഓ ഘട്ടത്തിൽ പരീക്ഷ എഴുതിയാലും ഇന്റേണൽ മൂല്യനിർണ്ണയം അക്കാദമിക് വർഷത്തിൽ ഒരു തവണ മാത്രമേ നടക്കൂ. ഇത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കും. എന്തിനാണ് ഈ മാറ്റങ്ങൾ എന്ന ചോദ്യമാണ് അടുത്തതായി വരുന്നത്. ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശ പ്രകാരമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് ഈ ഒരു നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ മാസം ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. JEE മെയിൻ പരീക്ഷ മാതൃകയുടെ 2ാം തവണ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നതിലൂടെ അവർക്ക് മികച്ചൊരു സ്കോർ നേടാനും സാധിക്കും. കൂടാതെ ഇത് കൂടുതൽ സമ്മർദ്ദരഹിതമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഈ ഒരു തീരുമാനം വിദ്യാർത്ഥികൾക്കിടയിൽ സന്തോഷം നൽകുന്ന ഒന്നാണെന്നാണ് മന്ത്രിക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഫെബ്രുവരിയിൽ CBSE ഈ കരട് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അധ്യാപക അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവരിൽ നിന്നും അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പൊതുജനാഭിപ്രായവും NEP-യുടെ ശുപാർശകളും പരിഗണിച്ചാണ് ഈ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. ഇത് വളരെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പഠിക്കാനും അതുപോലെ തന്നെ മികച്ച വിജയം നേടാനും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ശ്രദ്ധേയമായ ഇടപെടലുകൾ CBSE-യുടെ ഈ പരീക്ഷാ പരിഷ്കരണങ്ങൾ കൂടാതെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മറ്റു പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിനായി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ട് പാഠ്യപദ്ധതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ ഉപരിയായി വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ വിമർശനാത്മകമായി ചിന്തിക്കാനും പ്രശ്നപരിഹാര ശേഷികൾ വളർത്താനും ഊന്നൽ നൽകുന്ന ഒരു പഠന രീതിയാണ് പുതിയൊരു സമീപനം. ഇതിന്റെ ഭാഗമായി ക്രിയേറ്റീവ് ചിന്തകൾക്കും പ്രൊജക്ട് അധിഷ്ഠിതമായ പഠനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യും. കൂടാതെ ഡിജിറ്റൽ പഠന രീതികൾക്ക് കൂടുതൽ പ്രചാരണം നൽകാനും വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. കോവിഡ് കാലഘട്ടം ഓൺലൈൻ പഠനത്തിന്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സംവേദനാത്മകവും അതുപോലെ തന്നെ ആകർഷകാത്മകവുമായ പഠന സാമഗ്രികൾ വികസിപ്പിക്കാനും വിദൂര പഠനത്തിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതികളുണ്ട്. വിദഗ്ധരായ അധ്യാപകരെ വാർത്തെടുക്കുന്നതിലും അതുപോലെ തന്നെ നിലവിലുള്ള അധ്യാപകർക്ക് പുതിയ പഠന രീതിയെക്കുറിച്ചുള്ള പരിശീലനം നൽകുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ആഗോളതലത്തിൽ ഉയർത്താൻ സഹായിക്കുന്ന ഒന്നായി മാറും. നേരത്തെ ഫെബ്രുവരിയിൽ അതായത് CBSE 10ാം ക്ലാസ് പരീക്ഷകൾ 2 ഘട്ടങ്ങളിലായി നടക്കുന്നതിനുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അധ്യാപക, വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവരിൽ നിന്നും അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു.
പൊതുജനാഭിപ്രായവും അതുപോലെ തന്നെ NEP-യുടെ വിദ്യാഭ്യാസ പരിഷ്കരണ ശുപാർശകളും പരിഗണിച്ചാണ് ഈ അന്തിമ തീരുമാനം വന്നിരിക്കുന്നത്. കൂടുതൽ സമ്മർദ്ദരഹിതമായ പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി 2026 മുതൽ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ 2 തവണ നടത്തുമെന്നാണ് കഴിഞ്ഞ മാസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്.